ഈ കെട്ട് എപ്പ അഴിക്കാം? എനിക്ക് തോന്നുമ്പോ അഴിക്കും. ആകാരക്കാര്യത്തിൽ ഒരു നീന്തണോ വേണ്ടെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. പിന്നെന്തിനാ ഈ കഞ്ഞി? ഇറച്ചി മീന് മുട്ടയൊക്കെ ആവാലോ. ചാവാൻ കിടക്കണവൻ എപ്പോഴും ആർത്തി കാണും. 3 നേരവും ചുട്ട പപ്പടവും ചമ്മന്തിയും ഉപ്പില്ലാത്ത കഞ്ഞിയും മാത്രമേ കൊടുക്കാവൂന്ന ഡോക്ടർ പറഞ്ഞത്. വേറൊന്നും കഴിക്കാൻ പാടില്ലേ? വേണമെങ്കിൽ സ്വപ്പം വിഷം കൂടി ചേർത്ത് തരാം. ആ പൂതി മനസ്സിലിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ബെഡ് റെസ്റ്റ് ഞാൻ ഒഴിവാക്കാം. നാളെ മുതൽ ഭക്ഷണം ചായക്കടയിൽ. പക്ഷെ ഒരു കാര്യം, പുറത്തു നിന്ന് ആഹാരം കഴിക്കുമ്പോൾ ചിലപ്പോൾ തടിയുടെ കാര്യം ഞാൻ നാട്ടുകാരടുത്ത് പറഞ്ഞു പോയെന്നിരിക്കും. എന്റെ കർത്താവെ, ചതിക്കരുത്. ഞാൻ എന്ത് വേണേലും ഉണ്ടാക്കി തരാം. എന്നാ ഉണക്ക നെത്തോലി ചുട്ടോണ്ട് വാ. അത് കടിച്ച് കഞ്ഞി കുടിക്കാൻ നല്ല രസമാ. നെത്തോലി ചുട്ടോണ്ട് വരാം. ഇത് ഞങ്ങളെ ചൂടാതിരുന്നാ മതി. കെട്ടഴിക്കാറായോ? ആ കെട്ടഴിക്കണോ? അവിനാശം. സ്വന്തം മോളെ മോഹനോർമ്മയെ കൊണ്ട് കെട്ടിച്ച് സ്വത്തുക്കൾ ഒന്നടങ്കം കൈക്കലാക്കാന്നല്ലേ ഇയാൾ കരുതിയത്? അത് തമ്പുരാനും തമ്പുരാട്ടിയും സമ്മതിക്കില്ല എന്ന് വന്നപ്പോ അവരെ കൊന്നു. എന്നിട്ട് ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച ഇയാളുമായിട്ട് എനിക്ക് ഒരു കോംപ്രമൈസും വേണ്ട. അതേടാ, കൊന്നടാ. ഇല്ലെങ്കിലേ ചിത്രപുരം കൊട്ടാരത്തിലെ ഇളമുറക്കാരൻ കാര്യസ്ഥന്റെ മോളെയും കെട്ടി ജീവിക്കണ കാണാമായിരുന്നു. കുറുമ്പേ, ഞാൻ പോവുക. അങ്ങനെ അങ്ങ് പോയാലോ? ഇരിക്കുവർമ്മേ, എനിക്കൊരു സംഗതി നിങ്ങളോട് പറയാനുണ്ട്. എന്റെ ശത്രുവിന്റെ മുമ്പിൽ വെച്ചത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ശത്രുവിനെ അകറ്റുവോ അകറ്റാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം. അതിലോട്ടൊന്നും ഞാൻ കൈകടത്തുന്നില്ല. എന്നാൽ ഒരു പൊതുശത്രുവിനെ ഒതുക്കാൻ നിങ്ങൾ ഒത്തുകൂടിയാൽ എന്താണ് തെറ്റ്? ആരാ ഈ പൊതുശത്രു? അഡ്വക്കേറ്റ് അനന്തപപ്പനാവൻ, ചിത്രപുരം കൊട്ടാരത്തിലെ റിസീവർ. നിങ്ങൾ തന്നെയല്ലേ അനന്തരവനെ അവിടെ അവരോധിച്ചത്? എന്നിട്ട് ഇപ്പൊ തിരിയാനെന്താ കാരണം? ശരിയാ, പക്ഷെ സ്വന്തവും ബന്ധവും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ എന്നും ന്യായത്തിന്റെ കൂടാ. നിങ്ങളിൽ ആരാ കൊട്ടാരത്തിന്റെ അവകാശം എന്നുള്ള തർക്കം ഇപ്പോഴും കോടതിയില്ല. ഇനിയിപ്പോ മോഹനവർമ്മ മരിച്ചു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പാ. പക്ഷെ അവകാശം കിട്ടി അങ്ങോട്ട് ചെല്ലുമ്പോ അതിനകത്തൊന്നും ഇല്ലെന്ന് വന്നാലോ? കുറിപ്പ് എന്താ പറയണമെന്ന് വെച്ചാൽ അതൊന്ന് തെളിച്ചു പറ. കാര്യം അവൻ എന്റെ അനന്തരവനാ. പക്ഷെ കൊട്ടാരം സിവർ ഭരണത്തിൽ വിട്ടത് അന്യാധീനപ്പെടാതിരിക്കാൻ വേണ്ടിയാ, അല്ലാതെ കട്ടുമുടിക്കാനല്ല. മനസ്സിലായില്ലേ? കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും അന്യ വീട്ടിലേക്ക് കടത്തുന്നുണ്ടെന്ന് എനിക്ക് കിട്ടിയ സൂചന. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നും ന്യായത്തിന്റെ കൂടെയാണെന്ന്. ഇനി നിങ്ങൾ തീരുമാനിച്ചോ, തമ്മിലടിക്കണോ അതോ നിങ്ങളുടെ കൊട്ടാരം രക്ഷിക്കണോ എന്ന്. മനസ്സിലായില്ല. ഞങ്ങൾ ചുമ്മാ ഈ കൊട്ടാരം ഒന്ന് കാണാൻ വന്നതാ. ആഹാ, നമ്മുടെ സദാനന്ദന്റെ അതേ ചായ. സദാനന്ദനോ? ഞാൻ സദാനന്ദനല്ല, വെറും ആനന്ദനാ. എനിക്ക് സംസാരിക്കാൻ പാടില്ല, ഞാൻ ഫുൾ റെസ്റ്റിലാ. നിങ്ങൾ പോയിക്കോളൂ. ഞാനൊരു കാര്യം പറയട്ടെ. ആർക്കും എന്നോട് എന്തും തുറന്നടിക്കാം. മടിക്കാതെ അടിക്കണം. എടാ തന്തയില്ല കഴിവറ മോനെ, യക്ഷി എളിച്ച് അവന്മാരെ ഇവിടുന്ന് ഓടിക്കാൻ വന്ന നീ ഇവിടെ തന്നെ കൂടി അല്ലേടാ? ഞാൻ എന്ത് ചെയ്യാനാ? കോപം നടത്തി എന്നോട് പാലമരത്തി തളച്ചിരിക്കുക. ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല എന്ന് ഞാൻ സത്യം ചെയ്ത് കൊടുത്തുപോയി. യക്ഷി സത്യം ചെയ്താ പിന്നെ മാറ്റാൻ പറ്റുമോ? എന്നെ തന്നരുത്, അവന്മാരകത്തുണ്ട്. അങ്ങോട്ട് പോയി ചോദിക്ക്. എങ്ങോട്ടായി തള്ളി കയറി പോന്നെ? ആഹാ, ചന്ദനവർമ്മയും മഹാഗണി വർമ്മയും ഒക്കെ ഉണ്ടല്ലോ. ഈ മുള്ളുമുരുക്കുകൾ ഏതാ മനസ്സിലായില്ല. എവിടാ നിന്റെ റിസീവർ? ഉണക്കാനിട്ടിരിക്കുക. അനന്താ, അനന്താ, ഞാനിവിടെ ഉണ്ട്. അവനെ വിടുക. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? പുല്ലേ അവകാശത്തിന് വേണ്ടി ആർത്തി പിടിച്ചു കിടക്കുന്ന അലവലാദികളാണെന്നറിയാം. എന്നാൽ ഈ കൊട്ടാരത്തിന്റെ താവഴികളാണല്ലോ എന്നുള്ള ചെറിയ കൺസിഡറേഷൻ. നമ്പരാക്കന്മാർ അത് ഇല്ലാതാക്കരുത്. മനസ്സിലായല്ലോ? മഹാഗണി മസിൽ വരക്കരുത്. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കൊണ്ടുപോകാൻ സമമം ചേർപ്പാടേണ്ടി വരും. നിന്നെയൊക്കെ പടിയിറക്കാനുള്ള വകുപ്പായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ അത് പിടിച്ചു നിർത്തല്ലേ, ഇങ്ങോട്ട് ഇറക്കി വേ. വകുപ്പ് ഈ കൊട്ടാരത്തിലുള്ള സാധനങ്ങളെല്ലാം ഇപ്പൊ ഇവിടെ ഉണ്ടോ എന്ന് അറിയണം. അത് ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം. അവിടെ നിൽക്കാൻ. പരിശോധനയൊക്കെ ആവാം, പക്ഷെ ഇപ്പൊ പറ്റില്ല. കോടതി എന്നെ റിസീവർ സ്ഥാനത്ത് നിന്ന് പിൻവലിക്കുന്നവരെ ഇവിടുത്തെ അധികാരി ഞാനാ. അകത്ത് കയറി തമ്പുരാന്റെ മുട്ടുവലിയാൻ തല്ലിപിടിക്കും. എന്നാണൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഏത് പോലത്തെ അധികാരിയാടാ നീ? ഇനി ഈ കാണുന്ന കൊട്ടാരത്തിന്റെ സ്വത്തിന്റെ അവകാശികള് ഞങ്ങളാ. ഉണ്ടായിരുന്ന അവകാശി ചത്തവരും പത്രത്തിലൊന്നും വായിച്ചില്ല അല്ലേ? എന്നാ ഇപ്പൊ അറിഞ്ഞോ,
അവൻ ചത്ത് മണ്ണടിഞ്ഞു. ഇനി നീയൊക്കെ ആർക്ക് പിണ്ണം വെക്കാനാടാ ഇവിടെ നിൽക്കുന്നത്? ഇറങ്ങടാ പുറത്ത്. ആദ്യം ഈ പടിക്ക് പുറത്തിറങ്ങേണ്ടത് നിങ്ങളാ. എല്ലാറ്റിനെയും കൊന്ന് കുഴിച്ചു മൂടിയതോ? ഇനി തൃപ്തിയായില്ലേ? നിർത്തറ പട്ടി ചെലക്കല്. നീ എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാതെ. തമ്പുരാൻ ദേഹം അശുദ്ധമാക്കരുത്. ഓ, റിസീവർ സാറിന് വേദനിച്ചോ? മതിയാക്കിക്കൊള്ളണം നിന്റെ ഇവിടത്തെ പൊറുതി. മോളെ ഇളയ തമ്പുരാന്റെ പട്ടമഹിഷിയാക്കി കൊട്ടാരത്തിൽ വാഴിക്കാമെന്നായിരുന്നു നിന്റെ മോഹം, അല്ലടാ ചെറ്റേ? അത് നടക്കാതെ വന്നപ്പോ നീ ഇവന്മാരുടെ കൂടെ കൂടിയല്ലേ? നീയും നിന്റെ മോളും ഈ ആനാമുക്കികളും കൂടി ഈ കൊട്ടാരം കട്ടുമുടിക്കുകയല്ലായിരുന്നോ ഇതുവരെ? പലപ്പോഴായി നീ ഇവിടുന്ന് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയതും എവിടേക്കാണ് കൊണ്ടുപോയതെന്നും ആർക്കാണ് കൊടുത്തതെന്നും ഞങ്ങൾക്കറിയാം. നിന്നെയും ഇവനെയൊക്കെ കയ്യാമം വെച്ച് നാറ്റിച്ച് പടിയിറക്കിയിട്ട് ഇനി ഞങ്ങൾ ഉറങ്ങൂ. വാടാ. അല്ല, തമ്പ്രാക്കന്മാരെന്താ വെറും കൈയോടെ? സാധനങ്ങളൊന്നും കിട്ടിയില്ലേ? കിട്ടി. എന്നിട്ട് എവിടെ? വരുമ്പോഴും പോകുമ്പോഴും അടിക്കാൻ ഞാൻ എന്താ അമ്പലം പണിയോ? സംഗതി കൈവിട്ട് പോയല്ലോ അനന്ത. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതൊക്കെ ആരാ ചെയ്യിച്ചെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യണമെന്നും അറിയാം. എന്താണെന്താ പണിക്കാരൊക്കെ ആയിട്ട്? ഓ, പറമ്പ് കിളപ്പിക്കാൻ വന്നതായിരിക്കും. ഇത് കഴിഞ്ഞ മാസം കിളപ്പിച്ചല്ലേ ഉള്ളൂ. ഇനി നിനക്കത്ര നിർബന്ധമാണെങ്കിൽ ഒന്നുകൂടെ കിളപ്പിച്ചോ. അമ്മാവന്റെ വ്യവസ്ഥ അനന്തരവൻ കളിച്ചത് കൊണ്ട് ഒരു കുറവും വരാൻ പോണില്ല. അമ്മാവന്റെ കരണക്കുറ്റിക്കിട്ട് അനന്തരവൻ കളിച്ചാലുണ്ടല്ലോ, അത് അമ്മാവന് വളരെ മോശമായിരിക്കും. ഓഹോ, അപ്പൊ നീ പണിക്കാരെ കൂടി എന്നെ തല്ലിക്കാറിയിരിക്കല്ലടാ പട്ടി. സ്വയം പുകഴ്ത്താതെ അമ്മാവ. നിങ്ങളെ തല്ലാൻ എനിക്ക് 10 ആളെ കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ദേ, ഈ കൈ മതി. പക്ഷെ എന്നെ കൂടെ ചെയ്യിക്കരുത്. ഇറങ്ങി പോടാ തെണ്ടി. കയ്യാൻ കളിക്കല്ലേ ഞാൻ വന്നത്. ബലം പിടിച്ച് എനിക്കും തിരിച്ചു പിടിക്കേണ്ടി വരും. കൈയെടുക്ക്. എടുക്കാൻ. എടാ അനന്ത, പോക്കൃത്തരം കാണിക്കരുത്. എല്ലാം കൂടെ എങ്ങോട്ടാണ് കെട്ടിയെടുത്ത് പോകുന്നേ? നിൽക്കണേ അവിടെ. നിന്റെ തറവാട് സ്വത്തല്ല അങ്ങോട്ട് വലിഞ്ഞു കയറാൻ നിന്റെ കൈതാൻ പറ്റും. നിർത്താൻ. എനിക്കും എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട സ്വത്താണ് ഇതൊക്കെ, അറിയാലോ. അതിന്റെയൊക്കെ കണക്കെടുക്കാനോ കണക്ക് തീർക്കാനോ ഒന്നുമല്ല ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത്. സർക്കാരിൽ നിന്ന് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച കുറെ സാധനങ്ങൾ നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടിട്ടില്ലേ? അത് തിരിച്ചു കൊണ്ടുപോകാനാ. കയറി എടുക്കാക്കെ. എടാ പോക്കൃത്തരം കാണിക്കരുത്. നിന്റെ കാര്യം പറ്റും. നിൽക്കണേ അവിടെ. പോക്കൃത്തരം കാണിക്കണം. ചുമ്മാ എന്റെ തറവാട് നടക്കണം. എന്റെ ദൈവമേ, എന്താ കുഞ്ഞെ? ഒന്നുമില്ല. നിന്നെയും ഇതേപോലെ ഇറക്കിക്കൊണ്ടുപോകാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ശക്തിയില്ലാഞ്ഞിട്ടുമല്ല. വ്യക്തിബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും പണം കൊണ്ട് അളക്കുന്ന ഈ മനുഷ്യന് അതിന് ഞാനൊരു വലിയ വില കൊടുക്കേണ്ടി വരും. വെറുപ്പായിരുന്നു നിങ്ങളോട് എനിക്ക്. ഓർമ്മ വെച്ച നാള് മുതൽ കണ്ടും കേട്ടും മനസ്സിൽ കയറി കൂടിയ വെറുപ്പ്. ചതിയിലൂടെ എനിക്കും എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതെല്ലാം നിങ്ങൾ തട്ടിയെടുത്തപ്പോഴും, അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും കുറ്റബോധത്തോടെ ഞാൻ അനുസരിച്ചപ്പോഴും ആശ്വസിച്ചത് ഇവളോർത്ത് മാത്രമായിരുന്നു. അതിലും നിങ്ങൾ എന്നെ ചതിച്ചില്ലേ? അനന്തന്റെ ഒരു മുഖം മാത്രമേ അമ്മാവൻ കണ്ടിട്ടുള്ളൂ. അനന്തരവന് മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന് നിങ്ങൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. ചതിച്ച് നേടിയതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും. ആ നേട്ടങ്ങൾക്ക് മുന്നിലും നീ നഷ്ടപ്പെടുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ
വാർമ്മയൊന്ന് അടങ്ങ്. ഇനി എന്തടങ്ങാനുള്ളൂ? പണ്ടാറടങ്ങാനേ ബാക്കിയുള്ളൂ. അവന്മാരുടെയും ആ പരട്ട കിളവന്റെയും മുന്നിലാണ് നാണം കെട്ട് വാലും ചുരുട്ടി പോരേണ്ടി വന്നത്. വിട്ടുകളയേട്ടാ, വേവോളം ശ്രമിച്ചില്ലേ, ഇനി ആറോളം ശ്രമിച്ചാ എന്താ? നന്ദനവർമ്മ പറഞ്ഞത് അതിന്റെ ശരി. അതെടുത്ത് മോന്തിയാച്ചേ എഴുന്നേറ്റ് പൊയ്ക്കോളണം, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. കൂടി വന്നാ 1-2 ദിവസം, അത് കഴിഞ്ഞ പിന്നെ എല്ലാം നമുക്കല്ലേ. നീയും ഇവരെ പോലെ മണ്ടനായാലോ? ഇവന്മാര് 10-25 കൊല്ലം കോടതിയിൽ കേസ് വാദിച്ചതും അനന്തൻ ഇത്രയും കാലം കോടതിയുടെ പടി കയറാത്തതും ഒരുപോലെ. നിനക്കറിയാമോ, അവന്റെ ഉള്ളിൽ നാരായണക്കുറുപ്പിനോടും നമ്മളോടും ഒക്കെ ഒടുങ്ങാത്ത പകയാ. അതിന്റെ ഇടയിൽ ആ കാര്യസ്ഥനും അയാളുടെ മോളും കൂടി പൂങ്കണ്ണീർ ഒലിപ്പിച്ചോണ്ട് ചെന്ന അത് പിന്നെ സഹതാപമായി, പ്രേമമായി, ഒലക്കേടെ മൂടും തേങ്ങാക്കൊലയൊക്കെ ആവില്ലെന്ന് ആര് കണ്ടു? നമ്മൾ അവനെ തോൽപ്പിച്ചെന്ന് മനസ്സിലാവുമ്പോൾ അവൻ മറ്റെന്തെങ്കിലും കുറച്ചൊപ്പിച്ചു വയ്ക്കും. 10-40 കൊല്ലം കൊട്ടാരത്തിലെ കാര്യസ്ഥനായിരുന്ന അയാൾക്ക് താമസിക്കുന്ന ഭൂമി കൊടുക്കണമെന്ന് കോടതി പറഞ്ഞ നമ്മൾ പിന്നെ ദേ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. അതിനു മുമ്പ് ആ തന്തയും മോളെയും അവിടെ നിന്ന് പുകച്ചു പുറത്ത് ചാടിക്കണം. എങ്ങനെ? കാണിച്ചു തരാം. അനന്ത സാറേ, അനന്ത സാറേ, കാര്യസ്ഥനെ മകളെ ആ വർമ്മയും കൂട്ടരും കുടിയൊഴിപ്പിക്കുന്നു. മര്യാദയ്ക്ക് മോളെ വിളിച്ചോണ്ട് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇല്ല, തമ്പുരാൻ എനിക്ക് തന്ന മണ്ണ ഇത്. ഇവിടെ വിട്ട് ഞാനെങ്ങും പോവില്ല. നായേ, തമ്പുരാൻ നിനക്ക് തന്ന മണ്ണോ? ആഴ്ച വീഴ്ത്തരാവനെ. അയ്യോ, തമ്പുരാനായിരുന്നു.
ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ അവകാശവും പറഞ്ഞ് തമ്പുരാക്കന്മാരി മുറ്റത്ത് കാലുകുത്തിയ ഇനി ഭൂമി കുത്താൻ കാലുണ്ടാവില്ല. ചവിട്ട് കുടിക്കും ഞാൻ. പോടാ.